നമുക്ക് ഷീസത്തെക്കുറിച്ച് ആദ്യം പറയേണ്ടതുണ്ട്. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടതുപോലെ കേരളക്കാർക്ക് ഷീസത്തെക്കുറിച്ച് കാര്യമായൊന്നും ശ്രദ്ധിക്കേണ്ടി വരാതിരുന്നത്, കേരളക്കാർ ഇതിന് ആവശ്യമായതൊക്കെ വ്യവസ്ഥാപിതമായി പഠിക്കുന്നവരാണ്. അതിന് സംവിധാനങ്ങളുണ്ട്. സംസ്ഥയും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും വിദ്യാഭ്യാസ ബോർഡും ഒക്കെ അതിനുവേണ്ടി കഠിനമായി യത്നിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിജയത്തിന് ആവശ്യമുള്ളതെല്ലാം വ്യക്തമായി പഠിച്ചവരും പഠിക്കുന്നവരും അതിന് സംവിധാനമുള്ളവരുമാണ് കേരളക്കാർ. പിന്നെ എന്തുകൊണ്ട് വ്യാപകമായ രീതിയിൽ നമ്മൾ ഷിയയിസം കൈകാര്യം ചെയ്യേണ്ടതായി വരാതിരുന്നത്? നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായ രീതിയിൽ ഷിയയിസത്തിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ ഇടപെടുകയും അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യുകയും അങ്ങനെ ഷിയയിസം കേരളത്തിൽ കേട്ടുകേൾവിയാകുകയും ചെയ്തതുകൊണ്ട് മാത്രം. ഈ മുഹറം 9, 10 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹൈദരാബാദിലും മുംബൈയിലുമൊക്കെ ഷിയാക്കൾ ഉള്ളിടങ്ങളിലൊക്കെ കാണുന്ന മാരകമായ വൃത്തികേടുകൾ നമ്മുടെ കേരളക്കാർക്ക് കേട്ടുകേൾവി മാത്രമാണ്. ചെറിയ ചങ്ങലകളിൽ നല്ല കട്ടിയും ശക്തിയും മൂർച്ചയുമുള്ള ബ്ലേഡുകൾ ബന്ധിച്ച് ചെറിയ ചെറിയ കത്തികൾ കെട്ടിത്തൂക്കി അവ മൊത്തം കയ്യിലെടുത്ത് മിന്നി ശരീരമാസകലം വെട്ടിപ്പൊളിക്കുന്നതൊക്കെ നമുക്ക് കേട്ടുകേൾവിയാണ്. അതിന് തന്നെ ആശുപത്രി ബുക്ക് ചെയ്തിട്ടുണ്ടാവും അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ സഹിച്ചത് ഞങ്ങളും സഹിക്കണം എന്നൊക്കെയുള്ള മതവിരുദ്ധമായ സമീപനത്തിന്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിന് അതിന് കൃത്യമായ രീതിയുണ്ട്. ഇസ്ലാം സന്തോഷങ്ങളെ നന്ദി ചെയ്ത് ആഘോഷിക്കാൻ പറയുന്നുണ്ട്, വിപത്തുകളിൽ ക്ഷമ കാണിക്കാനും പറയുന്നുണ്ട്. വിപത്തൊരാഘോഷമാക്കി മാറ്റരുതെന്ന് മതത്തിന് പ്രത്യേകം കൽപ്പനയുണ്ട്. മഅ്മുന സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാവിലിൽ ഫത്താവയിലൊക്കെ അത് വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12-ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചത് നമ്മൾ സന്തോഷപൂർവ്വം കൈകാര്യം ചെയ്യുന്നത്. അന്ന് തന്നെയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവഫാത്തും. എന്നാൽ ആ വഫാത്തിന് അനുബന്ധമായി റബീഉൽ അവ്വൽ 12-ന് ദുഃഖം പ്രകടിപ്പിച്ച് വസ്ത്രം കീറി നെഞ്ചത്തടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പല വിധത്തിൽ നിരോധിച്ച പൂർവ്വകാല ഇസ്രായേലിലൊക്കെ ഉണ്ടായിരുന്ന ദുഃഖാചരണം അതവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ടീം ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം മാസങ്ങളോളം അവർ ദുഃഖം ആചരിക്കും. പഴയ നിയമ ബൈബിളിൽ 5-ാമത്തെ പുസ്തകം ആവർത്തന പുസ്തകത്തിന്റെ 34-ാമത്തെ അധ്യായത്തിൽ മോശസ് മരണപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന് വേണ്ടി 30 ദിവസം ബനു ഇസ്രായേലർ വിലാപം ആചരിച്ചു എന്നാണ്. എന്താ വിലാപം ആചരിക്കൽ? വിലാപം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം പറഞ്ഞ് ഓരോന്ന് ചെയ്ത് ശരീരത്തെ ആക്രമിച്ച് ഡ്രസ്സ് പൊളിച്ച് മുടി പറിച്ച് നെഞ്ചത്തടിച്ച് ഇങ്ങനെ കഴിയുക 30 ദിവസം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ ശക്തമായി നിരോധിച്ചു. മരണപ്പെടുന്ന വ്യക്തിക്ക് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ, അയാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി 40 ദിവസം 30 ദിവസം 50 ദിവസം നിങ്ങൾ വിലാപം ആചരിക്കണം എന്ന് വസിയത്ത് ചെയ്യും. അങ്ങനെയൊക്കെ വല്ല സംഗതി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പരലോകത്തിന് തന്നെ അത് സാരമായി ബാധിക്കുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുഃഖം ആചരിക്കുക എന്നതല്ല, ദുഃഖത്തിൽ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ദീനിന്റെ രീതി. സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ നിഅമത്തിനെ നമ്മൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ അനുഗ്രഹത്തിൽ നമ്മൾ സംതൃപ്തരാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഫലിദാലിക ഫൽയഫ്റഹൂ എന്ന് ഖുർആൻ പറയുന്നത്. സൂറത്ത് യൂനുസിന്റെ 53-ാമത്തെ വാക്യത്തിൽ 56-ാമത്തെ വാക്യത്തിൽ ഫൽയഫ്റഹൂ, നിങ്ങൾ സന്തോഷിച്ചുകൊണ്ടിരിക്കൂ നിഅമത്തിന്റെ കാര്യത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു എന്നതാണ് ഈ ലോകത്തിന് ലഭ്യമായ ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് സൂറത്തുൽ അംബിയാന്റെ 107-ാമത്തെ വാക്യത്തിൽ അള്ളാഹു തന്നെ പഠിപ്പിച്ച ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമം റബീഉൽ അവ്വൽ 12-ന് സമുചിതമായി റസൂലിന്റെ ദർശനങ്ങൾ പരിചയപ്പെടുത്തി അവിടുത്തെ പാഠങ്ങൾ അനുഷ്ഠിച്ച് അവിടുത്തെ കുറിച്ച് സമൂഹത്തിന് പഠിപ്പിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് മധുരം വിതരണം ചെയ്ത് തിങ്കളാഴ്ചകളൊക്കെ ആണെങ്കിൽ പ്രത്യേകമായി നോമ്പെടുത്ത് വിശ്വാസികൾ ആഘോഷിക്കുന്നു. ഇതിന് വിരുദ്ധമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ക്രൂരമായ രീതിയിൽ വധിക്കപ്പെട്ടു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതിന്റെ ഉൾസാരങ്ങളിലേക്ക് വളരെ വിശാലമായി കടന്നു പോകാൻ നമ്മുടെ ഈ ഒരൊറ്റ മണിക്കൂറുള്ള പ്രഭാഷണത്തിൽ സാധിച്ചെന്ന് വരുന്നു. എന്നാലും ചിലത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ദുഃഖകരമായ കാര്യത്തെ മുൻനിർത്തി സമൂഹത്തിന് മുന്നിൽ ഞങ്ങളാണ് അഹ്ലുബൈത്തിന്റെ സ്നേഹികൾ, ബാക്കിയുള്ളവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അഹ്ലുബൈത്തിന്റെയും വിരുദ്ധരാണ്, ഞങ്ങളാണ് ഷിയത്തു അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ പാർട്ടിക്കാർ, ബാക്കിയുള്ളവരൊക്കെ ഷിയത്ത് മുആവിയയാണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടിക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഹ്ലുബൈത്തിനോട് ഞങ്ങൾ വല്ലാത്ത ആർദ്രത കാണിക്കുന്നവരാണെന്ന് സമൂഹത്തിൽ വരുത്താൻ വേണ്ടിയും മറ്റും വെട്ടും കുത്തുമായി മുഹറം 10 ആഘോഷിക്കുന്നവരുണ്ട്. നമ്മുടെ കേരളത്തിൽ അത് കേട്ടുകേൾവിയാണ്. ഞാൻ ആവർത്തിക്കുന്നു. എന്തുകൊണ്ട്? പണ്ട് ഷിയായിസം രാഷ്ട്രീയ രൂപം പ്രാപിച്ച് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് ബ്രിട്ടീഷുകാരുടെയും മറ്റും നിർലോഭമായ പിന്തുണയോടുകൂടെ കൊണ്ടോട്ടി മേഖലയിൽ ഉദിച്ചു വന്നപ്പോൾ
രാഷ്ട്രീയക്കാർ പൊതുവെ മത പ്രവർത്തനത്തിന് പലപ്പോഴും ശത്രുക്കളായി നിൽക്കാറുണ്ട്. ചരിത്രത്തിലും വർത്തമാനത്തിലും നമ്മളത് കാണുന്നുണ്ട്. അന്നും ഖാൻ ബഹദൂർ ആയിരുന്ന അവരുടെ നേതാവ്, അത് കൃത്യമായ രീതിയിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഒരൊറ്റ ക്ലാസ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സ്വാധീന ഫലമായി കൊണ്ടോട്ടി മേഖലയിൽ ഷിയിസം വ്യാപിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ ശക്തമായി പൊന്നാനിക്കൈക്കാർ എന്ന പേരിൽ നമ്മുടെ പണ്ഡിതന്മാർ, മഖ്ദൂം പരമ്പരയിലുള്ള പണ്ഡിതന്മാർ ശക്തമായി എതിർത്ത് തോൽപ്പിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഷിയിസത്തിന്റെ വൃത്തികേടുകൾ കേരളത്തിൽ കാണാതെ വരുന്നത്. എന്നാലും സക്ലൈൻ ഫൗണ്ടേഷൻ പോലെയുള്ളത്, ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്, അരീക്കോട് കേന്ദ്രീകരിച്ച് ഖുമൈനിയുടെ, ആയത്തുള്ള ഖുമൈനിയുടെ ഇറാൻ വിപ്ലവത്തിന്റെ അനുബന്ധമായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട വിദഗ്ധക്കാരുടെ നേതൃത്വത്തിലുള്ള അത്തരം ഫൗണ്ടേഷനുകൾ വഴി ഇറാനിയൻ സാഹിത്യങ്ങൾ കേരളത്തിലേക്ക് മൊഴിമാറ്റിക്കൊണ്ടുവന്ന് തുടങ്ങിയ നുഴഞ്ഞുകയറ്റത്തിന്റെ ശ്രമങ്ങൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അത് പല രൂപം പ്രാപിച്ച് സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഷിയിസം? വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ ആധുനിക ശ്രമങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് സംശയമാണ്. എന്നാലും അത് കുറച്ച് പറയാതെ വയ്യ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങൾക്ക് വിരുദ്ധമായി, ശരിക്കും പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ആരംഭിച്ച് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തോടു കൂടെ അതിനുശേഷം സംഘടിത രൂപമായി തീർന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയിസം.